എക്സ്ക്യൂസ് മീ, ഞാനിപ്പോ വരാം. ഹലോ നാൻസി. സോറി, നാൻസി എന്ന് ഇനി വിളിച്ചുകൂടല്ലോ. മിസ്സസ് നാൻസി സണ്ണി അബ്രഹാം. സെയിം ഓൾഡ് ബാലു. ആർക്കും വേണ്ടാത്ത, ആർക്കും വിലയില്ലാത്ത ബാലു. ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലേ? പക്ഷെ ഞാൻ തിരിച്ചു വന്നു. എപ്പോഴെങ്കിലും നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. വേറൊന്നിനുമല്ല, കല്യാണം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കല്ലേ. ആ സന്തോഷം ദൂരെ നിന്ന് ഒന്ന് കാണാൻ. യാദർച്ഛികമായിട്ടാണെങ്കിലും ഇന്നത് സാധിച്ചു. I'm glad. Very glad. ബാലു, പ്ലീസ്. ഹലോ മിസ്റ്റർ ബാലു. ഹലോ. ഇവിടെ എന്നെ കാണാൻ വന്നതോ അതോ ഞങ്ങളെയോ? രണ്ടു വിധത്തിലും കരുതിക്കൊള്ളൂ. ബൈ. എന്നാണ് ജയിലിലേക്ക് തിരിച്ചിനി? ആര്? ഞാനോ അതോ? അത് നാൻസിയാണല്ലേ? ഹലോ, മിസ് രാധാമേനന്റെ വീടല്ലേ? അതെ, രാധയാണ്. ഹലോ, നിങ്ങൾ ആരാണ്? ഞാൻ നാൻസി, മിസ്സസ് നാൻസി സണ്ണി എബ്രഹാം. ഓ, നാൻസി, എന്താ വേണ്ടത്? എനിക്കൊരു വിവരം അറിയണമായിരുന്നു. യെസ്. ഇന്ന് റേസ് കോഴ്സിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ബാലുവോ? അതെ. ബാലു എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാമോ? വൈ? ബാലു എന്റെ കൂടെയാണ് താമസം. നിങ്ങളുടെ കൂടെയോ? അതെ, എന്റെ വീട്ടിൽ. എന്തേ? ഹലോ, എനിക്ക് ബാലുവിനെ ഒന്ന് കാണണം. ഇപ്പോഴോ? ഈ രാത്രിയിൽ? അല്ല, നാളെ എപ്പോഴെങ്കിലും. നാൻസി ഇങ്ങോട്ട് വന്നോളൂ, രാവിലെ, എനി ടൈം. ഏഴു വർഷങ്ങളല്ല, ഒരായുസ് മുഴുവൻ ബാലുവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഗർഭിണിയായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? പറയാൻ വേണ്ടിയാണ് ഞാനന്ന് ജയിലിൽ വന്നത്. പക്ഷെ ബാലു അതിനെ അനുവദിച്ചില്ല. വിവാഹം കഴിയാതെ ഞാൻ ഗർഭിണിയാണെന്ന് ഡാഡി അറിഞ്ഞാൽ ആ നിമിഷം സണ്ണിയുമായുള്ള വിവാഹം ഡാഡി ഉറപ്പിച്ചു. എന്നിട്ടും കല്യാണത്തിന് മുൻപ് ഞാൻ സണ്ണിയെ ചെന്ന് കണ്ടു. എല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം അറിഞ്ഞിരുന്നിട്ടും അയാൾ ഈ ബന്ധത്തിന് തയ്യാറായി. കല്യാണം കഴിഞ്ഞപ്പോ സണ്ണി അബോർഷന് വേണ്ടി നിർബന്ധിച്ചു. ഞാൻ വഴങ്ങിയില്ല. ബാലുവിനെയോ എനിക്ക് നഷ്ടപ്പെട്ടു. ബാലുവിന്റെ കുഞ്ഞിനെങ്കിലും എനിക്ക് വേണമായിരുന്നു. സണ്ണി അതിനെ സമ്മതിച്ചപ്പോ അയാൾ ഒരു വലിയ മനുഷ്യനാണെന്ന് ഞാൻ കരുതി. പക്ഷെ തെറ്റിപ്പോയി. അയാൾക്ക് ആവശ്യം എന്റെ പണവും സ്വത്തുക്കളും മാത്രമായിരുന്നു. വെറും ഒരു അലങ്കാര വസ്തു മാത്രമാണ് ഞാൻ. പലപ്പോഴും കൂടെ പോകാൻ വേറെ സ്ത്രീകളുണ്ടാവും. ആരെയും കിട്ടാതെ വരുമ്പോ മാത്രമാണ് ഞാൻ, അതും അവരിൽ ഒരാളെ പോലെ മാത്രം. എന്റെ കൺമുന്നിൽ വെച്ച് മറ്റു സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് അയാൾക്കൊരു വിനോദമാണ്. ഈവൻ യെസ്റ്റർഡേ നൈറ്റ്. എന്ത് സംഭവിച്ചാലും ഞാൻ ദുഃഖിക്കരുതെന്ന് മാത്രം ആഗ്രഹിച്ച് എന്റെ പാവം ഡാഡി മനം നൊന്ത് മരിച്ചു. മോനെ സ്നേഹത്തോടെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല അയാൾ. പലപ്പോഴും
ഒരു നായ്ക്കുട്ടിയെ കാലുകൊണ്ട് തട്ടി അകറ്റുന്നത് പോലെ നമ്മുടെ മോനെ ബാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എല്ലാം സഹിച്ച് ഇന്ന് ഞാൻ ജീവിക്കുന്നത് മോന് വേണ്ടി മാത്രമാണ്. വരൂ, കാപ്പി കുടിക്കാം. വേണ്ട, മോനൊറ്റയ്ക്കേ ഉള്ളൂ. വൈകിയാൽ വരട്ടെ. ബാലുവിന്റെ മനസ്സിൽ നാൻസിയോട് തോന്നിയ വെറുപ്പ് ഇപ്പോഴും ഉണ്ടോ? ഇല്ല, എനിക്ക് അവളെ കുറിച്ച് ദുഃഖം മാത്രമേ ഉള്ളൂ. ഈ നേരം അത്രയും ഞാൻ ആലോചിച്ചിരുന്നത് നാൻസിയെ കുറിച്ചായിരുന്നില്ല, എന്റെ കുഞ്ഞിനെ കുറിച്ച്. ബാലുവിന്റെ കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിന്ന് വളരുന്നത് മറ്റൊരാളുടെ മകനായിട്ടാണ്. So what? Calm down, ബാലു. നാൻസി ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. എനിക്കെല്ലാം അറിയാതെ, എങ്കിലും എന്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും ആ കുഞ്ഞിനെ ഒന്ന് കാണാതെ ഇല്ല. എനിക്കെന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം, ഒരു നോക്ക്. അതിന് രാധ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരില്ലേ? പ്ലീസ്. നാളെ ആവട്ടെ. കുടിക്കടാ. അന്യൻ ഒരാളുടെ കുഞ്ഞിനെ ഞാൻ താലോലിച്ച് കഴിപ്പിക്കുന്നു. ഞാൻ പോലും അറിയാതെ എന്റെ കുഞ്ഞ് ആട്ടും തുപ്പും കൊണ്ട് കഴിയായിരുന്നു. Fate. 11 മണിക്കല്ലേ സ്റ്റാർട്ട് ഫാമിൽ അപ്പോയിന്റ്മെന്റ്. Good morning. Good morning. I'm Balraj. Hello. Welcome. 11 മണിക്കാണല്ലോ മിസ്റ്റർ ബാലരാജ് വരാമെന്ന് പറഞ്ഞിരുന്നെന്ന് ഞാൻ ദേ ഇപ്പൊ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. Yeah.
11 o'clock sharp. Punctuality എനിക്കൊരു വ്രതം പോലെയാണ്. I am always on time. ജൂലി, മീറ്റ് മിസ്റ്റർ ബാലരാജ്. ഇന്നലെ മേത്താ സാഹിബ് വിളിച്ച് പറഞ്ഞിരുന്നില്ലേ? ഹലോ മിസ്റ്റർ ബാലരാജ്. I'll tell you what. Cut the mister, cut the ball and call me Raj. എന്നോട് അടുപ്പമുള്ളവർ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. Really? Yeah. A bitch, eh? Nice. നിങ്ങളുടെ ഫ്രണ്ട് മിസ്റ്റർ മേത്ത എൻ്റെ അച്ഛൻ്റെ അടുത്ത ഒരു ഫ്രണ്ടാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടിയത്. Yeah. Please come. സാരാൻപൂർ എന്ന് കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് നിയർ മേരൂട്ട്. അവിടെ ഞങ്ങൾക്ക് ചെറിയ ഒരു ഫാം ഉണ്ട്. With about 400 babies like this. 400. Fantastic. പക്ഷേ ഞങ്ങളുടെ ശരിയായ ഫാം ഗൗഹാട്ടിയിലാണ്. അസാം. കൊച്ചുനാൾ മുതലേ കുതിരയെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു അബ്സഷനാണ്. അപ്പോ വിക്ടറിന് പറ്റിയ കമ്പനി തന്നെ. നോട്ട് ഓൺലി ഫോർ വിക്ടർ. ഞാൻ ആർക്കും പറ്റിയ കമ്പനിയാണ്. ഞങ്ങൾ ഫാമിലിയായി സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഗൗഹാട്ടിയിലാണ്. മടങ്ങി പോകുമ്പോൾ എനിക്കൊരു കുതിരയെ കൊണ്ടുപോകണമെന്നുണ്ട്. Just for the thrill of it. A real horse, string and smart. അതിനെന്താ? വരൂ. You can select. Come on. Please. ഇതാണ് ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും നല്ല കുതിരകൾ. മിസ്റ്റർ രാജിന് ഏത് കുതിരയാണ് വേണ്ടത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏയ്, what's that? അതിന് എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? അതൊരിക്കലും മെരുങ്ങാത്ത ഇനമാണ്. വൈൽഡ് ഹോഴ്സ്. വൈൽഡ് ഹോഴ്സിനെ മെരുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. വേണ്ട മിസ്റ്റർ രാജ്, അത് വളരെ ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് അല്ലെങ്കിൽ അതിനെ മെരുക്കുന്നതിൽ എന്താ ത്രില്ല്? ആർക്കും മെരുക്കാൻ കഴിയാത്തതിനെ മെരുക്കുന്നതാണ് എനിക്കിഷ്ടം. I think I'll try it. Hold it for me. Huh?
Cheers. 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 You have made it, Mr. Raj. Really great. Thank you. It's really a nice horse. എനിക്ക് ആ കുതിരയെ വേണം. എന്താണ് അതിന്റെ വില? It's yours. I know, but how much? No price. What do you mean? ഒരു ചെറിയ ഗിഫ്റ്റ്. Gift? Oh, you can't do that. എനിക്ക് എങ്ങനെയാണ് താങ്ക്സ് പറയേണ്ടതെന്ന് അറിയില്ല. എങ്കിൽ എനിക്ക് ഈ ഒരു ഫേവർ കൂടി ചെയ്യണം. Oh yes, why not? 3-4 മാസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വിട്ട് പോകും. അതുവരെ ഇഫ് ഐ മേ സേ സോ എന്റെ കുതിരയെ നിങ്ങൾ എന്നെ നോക്കണം. ഇന്ന് മിസ്റ്റർ രാജിന് ഡിന്നർ ഞങ്ങളുടെ കൂടെ. ഞാൻ അക്കാര്യം പറയാൻ തുടങ്ങിയായിരുന്നു. I really beg your pardon, ma'am. പക്ഷേ ഇന്ന് വയ്യ. ഓ കം ഓൺ മിസ്റ്റർ രാജ്. No, I really am sorry, ma'am. ഇനി ഒരിക്കലാവാം. നാളെ എനിക്ക് ട്രിവാൻഡ്രം വരെ പോകണം. ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു പാർട്ട്ണർ വരുന്നുണ്ട്. Bloody fellow is a thick friend of mine, you see. അവൻ വരുമ്പോൾ റിസീവ് ചെയ്യാൻ ഞാനുണ്ടായേ പറ്റൂ. നല്ല സ്വയംഭ സാധന. എവിടാ ഫ്രെഡി? ഞങ്ങൾ നോക്കിയായിരുന്നു, കണ്ടില്ല അല്ലേ? ഒഴി ഒഴി. അമ്മായി നമ്മൾ ഒഴിക്കണു, നമ്മൾ കഴിക്കണു. വിരുന്നുകാരൻ മാത്രം തുറന്നില്ലല്ലോ. എനിക്കത് ശീലമില്ല. അത് പറ്റില്ല, ശീലിക്കണം. അങ്ങനെ നിർബന്ധിച്ചാൽ കഴിക്കാം. ആ ഈ പറയുന്നതാ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത്. ബാലു കഴിക്കണ്ട കേട്ടോ, കരിക്കിടാൻ പറഞ്ഞിട്ടുണ്ട്. ബാലു, ഇതാ എന്റെ അമ്മായി. എന്റെ എന്നല്ല, ഈ കടപ്പുറത്തിന്റെ മുഴുവൻ അമ്മായി. ആ പിന്നാണ് അങ്ങോട്ട് വെക്കടി പെണ്ണേ. ഇത് എന്റെ പെങ്ങള് ത്രേസിക്കുട്ടി. ഇനി നമ്മൾ കൂടുന്ന വലിയ പാർട്ടിയാണെന്ന് പറയാമോ? ചാർലിയുടെ കല്യാണത്തിന്. ഓലത്തി എന്റെ അല്ലടാ, ദാ എന്റെ പെങ്ങടെ കല്യാണത്തിന്. നില്ല നില്ല. ചാക്കോച്ചനല്ലേ അത്? അയാൾക്ക് ഇവിടെ എന്താ കാര്യം? അത് കൊള്ളാം. ചാക്കോച്ചന്റെ വെപ്പാട്ടിയായി തള്ള മാർഗരറ്റ്. അവരുടെ ജാൽ സന്തതിയാ ഫ്രെഡി. തന്ത ഉണ്ടായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ തന്തയ്ക്ക് വിറക്കാത്തവൻ. ഇനി അവൻ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ചാക്കോച്ചന്റെ തല ഉമ്മറത്ത് കണ്ട അവൻ മുങ്ങിക്കളയും. എന്നാലും പറയാം. ചേട്ടത്തി, മകിച്ചേടത്തി, ഫ്രെഡി വരുമ്പം പറഞ്ഞേരെ ചാർലി തിരിച്ചു വന്നു. അവനിപ്പോ എവിടെ കാണും? മച്ചുവക്കടവിൽ വല്ലതും കാണും. മച്ചുവക്കടവ്. ഫ്രെഡി, എവിടാ ഞാൻ തന്ന സാധനങ്ങളുടെ കാശും കണക്കും? പറയാം, നാളെ കാലത്ത് വീട്ടിൽ വന്നിട്ട്. നാറി, നിന്റെ സൗകര്യത്തിൽ ഇരിക്കുന്നതാ ഞാൻ. ഇപ്പൊ കിട്ടണോടാ എന്റെ കാശ്. ഇങ്ങനെ കുടിച്ച് മത്ത് പിടിച്ച് നിൽക്കുന്ന പറഞ്ഞാൽ മനസ്സിലാവില്ല. മര്യാദക്ക് എന്റെ കാശ്, അല്ലാതെ എന്നോട് നിന്റെ തന്തയില്ലാത്തിനും കാണിച്ചാണല്ലോ. ചേട്ടൻ അനാവശ്യം പറയരുത്. പറഞ്ഞ എന്ത് ചെയ്യണ പട്ടി? അരുത് ചാർലി. വിടാ എന്നെ, വിടാൻ. അങ്ങനെ എന്ത് ചെയ്യുന്നു കാണട്ടെ. റാഫേലെ, അവൻ നാളെ കാലത്ത് വരുമെന്ന് പറഞ്ഞില്ലേ? വിടാ എന്നെ. ചാലേ ചാലേ വേണ്ട, ഇവരെല്ലാം പറഞ്ഞില്ലേ അയാൾ വരും. ഇവന്മാരെല്ലാം ഒരു തരമാ. ബാലു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നു. പക്ഷെ നാളെ കാലത്തിന്റെ കാശ് എത്തിച്ചില്ലെങ്കിൽ ശേഷം കാണാം. മതി. ഹലോ ജെയിംസ്. എക്സ്ക്യൂസ് മീ.
ഹലോ. ജെയിംസിന്റെ കളി മുടങ്ങിയോ? ഞങ്ങൾ വന്നതുകൊണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ വരൂ. ഇരിക്കൂ. ജെയിംസ് സാറിന് ഫോൺ. ആ ഒരു മിനിറ്റ്. ഉം. യെസ്, ജെയിംസ് ചാക്കോ ഹിയർ. മേ ഐ നോ ഹു? അപ്പനാടാ. ആ ചന്ദ്രൻപിള്ളയും രാധക്കുഞ്ഞും കൂടെ ഇപ്പൊ അങ്ങോട്ട് വരും. വന്നു, ഇവിടെ ഉണ്ട്. ചന്ദ്രൻപിള്ളയ്ക്ക് അമേരിക്കയിലേക്ക് ചെമ്മീൻ കയറ്റി അയക്കാൻ ഒരു വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. രാധക്കുഞ്ഞ് ഏർപ്പാടായി കൊടുത്തതാ. അപ്പൊ അതിന് കുറച്ച് പണം കടം ചോദിക്കാനാ വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലേക്ക് വേറെ എങ്ങൊന്നും കടം കിട്ടാൻ മാർഗമില്ല. കൊടുത്തേര്. പലിശ കയറ്റി പറഞ്ഞോ കേട്ടോ, മനസ്സിലായില്ലേ? ഉവ്വ്. അപ്പനായിരുന്നു വീട്ടിൽ നിന്ന്. ഞങ്ങൾ അവിടെ പോയിട്ടാ വരുന്നത്. പറഞ്ഞു, പിള്ളച്ചേട്ടന് പലിശ വാങ്ങാതെ കടം കൊടുക്കാൻ അപ്പൻ ശുപാർശ ചെയ്യുക. ഞാനാണെങ്കിൽ 40% വരെ ഡെപ്പോസിറ്റുകാർക്ക് കൊടുക്കണം. രാധയ്ക്കറിയാലോ. പലിശ എന്തായാലും ഞാൻ തരാം. കാര്യം നടക്കണം. എത്ര വേണ്ടി വരും? 50 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. കൊല്ലത്തും കോഴിക്കോട്ടും റൊക്കം കാശ് കൊടുക്കാതെ ചരക്ക് കിട്ടില്ല. കൊച്ചിയിലെ ബോട്ടുകാരെയും വള്ളക്കാരെയും മുൻകൂർ വലുതും കൊടുത്ത് നിർത്താം. ഇത്രയും വലിയൊരു തുക. ഇതെല്ലാം റോളിങ്ങിന്റെ ഒരു കളിയാ. എവിടെയെങ്കിലും ഒരു കണ്ണി പൊട്ടിപ്പോയാൽ. ഇല്ലെന്നേ, 3 മാസത്തിനുള്ളിൽ പലിശയടക്കം അങ്കിൾ കാശ് തിരിച്ചു തരും. പ്ലീസ്. ഇല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ഓർഡർ പിടിച്ചത് വെറുതെയാവും. രാധ ആദ്യമായിട്ടൊരു കാര്യം പറയല്ലേ. പിന്നെ അപ്പന്റെ റെക്കമെൻഡേഷൻ കൊടുക്കാം. താങ്ക് യു.